ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ മൈലേജ് ടെസ്റ്റുമായിട്ടാണ്. ടാറ്റ നെക്സോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഇലക്ട്രിക്കലും CNGയിലും പെട്രോളിലും ഡീസലിലും ഒക്കെ കിട്ടുന്നൊരു മോഡലാണ് ടാറ്റ നെക്സോൺ. ടാറ്റയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡൽ. അപ്പോൾ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് താമരശ്ശേരി നിന്നാണ് 19 കിലോമീറ്റർ ഓൾറെഡി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലാസ്റ്റ് ഇന്ന് മൈനസ് ചെയ്യാം. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് മൈലേജ് കിട്ടുന്ന കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ നെക്സോൺ ഡീസലാണെന്ന് പറയേണ്ടി വരും. കാരണം കമ്പനി പറയുന്നത് 21.5 ഇതിൻ്റെ മൈലേജ്, എയർ ടെസ്റ്റ് മൈലേജ് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അതിനെക്കാട്ടും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ഓടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ നമ്മൾ പോകുന്നത് താമരശ്ശേരിയിൽ നിന്ന് വയനാട് വഴി ചുരം കയറിയിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് താമരശ്ശേരി മുതൽ നമ്മുടെ ഗുണ്ടൽപേട്ട് വരെയുള്ള മൈലേജാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ രാത്രിയാണ് ഇറങ്ങിയത്, പക്ഷേ റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ചുരമാണ്, കയറ്റം കയറിയിട്ടാണ് പോകുന്നത്, മാത്രമല്ല നല്ല ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഏകദേശം കറക്റ്റ് നമുക്ക് എത്ര മൈലേജ്, ഏറ്റവും വേഴ്സ് കണ്ടീഷനിൽ പോലും എത്ര മൈലേജ് കിട്ടുന്നുള്ളത് നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് പെട്രോൾ അടിച്ച സമയത്ത് മീറ്റർ റീഡിങ്ങിൽ 19 കിലോമീറ്റർ ഉള്ളായിരുന്നു. അത് നമുക്കൊന്ന് ഇതിൽ എത്ര ഓടി നോക്കിയിട്ട് അതൊന്ന് മൈനസ് ചെയ്യണം നമുക്ക്. അപ്പം 138 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 7.71 ലിറ്റർ ഡീസലാണ് ചിലവായത്. അപ്പോൾ നമുക്ക് മൈലേജ് നോക്കുന്ന സമയത്ത് 17.8, ഓൾമോസ്റ്റ് 18 കിലോമീറ്റർ ഒരു ലിറ്റർ ഡീസൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര നല്ല മൈലേജായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ മീറ്ററിൽ കാണിക്കുന്നത് 20.8, ഒരു 3 കിലോമീറ്ററിന് വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അത്രയും വേഴ്സ് കണ്ടീഷനായിട്ട് കൂടെ 18 കിലോമീറ്റർ മൈൽ പെട്രോൾ വണ്ടിക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 12-13 കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഡാറ്റ്സൺ ഗോ ആണ്. എൻ്റെ വണ്ടിയിൽ എന്തായാലും ആ ഒരു കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ, ഈ ഒരു സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല മൈലേജ് ഡ്രോപ്പ്, ഒരു 12 മാക്സിമം കിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ യൂസർ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നെക്സോൺ ഡീസൽ ആണെങ്കിൽ എത്ര മൈലേജ് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഇന്ത്യയിലെ ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടി ടാറ്റ നെക്സോൺ ആണ്. ഇപ്പം 1500 cc ഡീസൽ ഇരുന്ന വണ്ടികൾക്ക് ഇപ്പോൾ XUV 3XO ആണെങ്കിലും വെന്യൂ ഒക്കെ ആണെങ്കിലും ഇതിനേക്കാൾ കുറവ് മൈലേജാണ് കിട്ടുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ടാറ്റ നെക്സോൺ ഡീസലാണെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിക്ക് വന്നിട്ടുള്ള പണികൾ, ഇത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം വരുന്നൊരു വണ്ടിയാണ്. കാരണം കുറച്ച് പഴയതായ വണ്ടി, 2018 മോഡലാണെന്ന് തോന്നുന്നു വണ്ടി. അപ്പം നിങ്ങളെ വണ്ടി വേറൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.